അപ്പം ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇത് ശനിയാഴ്ച കൊണ്ട് പിന്നെ ഒരു 1.5 മണിക്കൂറൊക്കെ നേരത്തെ ഇറങ്ങാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഇന്ന് ശനിയാഴ്ച കൊണ്ട് ഏകദേശം 2:45 മണിയാവും. അപ്പോൾ എന്ത് വിചാരിച്ച് ഇന്ന് ട്രാൻസ്പോർട്ടാണ്, അതായത് പിന്നെ RTO ട്രാൻസ്പോർട്ടിലാണ് പോകുന്നത്. ആദ്യം ബസ് കയറണം, പിന്നെ അവിടുന്ന് മെട്രോ, പിന്നെ അവിടുന്ന് ബസ്. ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ അതിൻ്റെ യാത്രയിലെ കാഴ്ചകൾ. ഓക്കെ, ബസ് എപ്പോഴാണ് കുറിച്ച് അത് വെയിൽ എന്ന് പറഞ്ഞാൽ സീൻ വെയിലാണ്. മിസ്റ്റേക്ക് ഉണ്ടാവും. കറുപ്പ് പോകുന്നുണ്ട്. അതിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ താന്ന് നിൽക്കുക. നമുക്കുള്ള ബസ്സാട്ടോ വരുന്നത്. നിർത്തിയില്ലേ, സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. 1.5 മണിക്കൂറുണ്ട് മെട്രോക്ക്. അതാണ് നമ്മളെ കാർഡ് പഞ്ചിങ് മെഷീൻ. ഓക്കെ, ബസ്സിൻ്റെ ഉള്ളതിൽ ഏകദേശം അവസ്ഥ ഇതാണ്. ബസ് ഇറങ്ങിയാൽ നടക്കട്ടോ. എന്തൊക്കെ പറഞ്ഞാലേ നമുക്ക് നമ്മളെ നാട്ടിൽ ആ PTBയിലും പിന്നെ മാസിലും ഒന്ന് പോണ സുഖമൊന്നുമില്ല. ആ പാട്ടൊക്കെ ഇട്ട് പിന്നെ ബാക്കിൽ കളകള സൗണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് പാട്ടും ചിമ്പളൊന്നുമില്ല. സംഭവം ശരിയാണ്, AC ഒക്കെ ഇട്ട് പോവുക. ഇത് അവിടെ നേരെ മെട്രോക്കുള്ള നടത്താട്ടോ. കുറച്ചുള്ളൂ, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ബസ് സ്റ്റോപ്പും മെട്രോ എത്തിക്കണം. 2 മാസം കഴിഞ്ഞിട്ട് ഈ സമയത്തൊക്കെ ഇതിൽ പോകണമെന്നുണ്ടെങ്കിൽ കോട്ട ചൂടേണ്ടി വരും. വെയിൽ കൊണ്ട് ചാവും. ഫൈനലി അങ്ങനെ മെട്രോ ഒക്കെ എത്തി. മെട്രോൻ്റെ കാർഡൊന്ന് റീചാർജ് ചെയ്യാണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാട്ടോ നമ്മൾ ഏകദേശം റീചാർജ് ചെയ്തു. ഇനി നമുക്ക് പോവാം. ഈ സമയം കൊണ്ട് തന്നെ വല്ലാണ്ട് തിരക്കുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഈ മത്തി ഇട്ട് കിട്ടാൻ മാതിരി പോകേണ്ടി വരും. മെട്രോൻ്റെ മുകളിലേക്കുള്ള എൻട്രൻസ് ആട്ടോ. മെട്രോ സ്റ്റേഷൻ. സോറി, ഏകദേശം 2 മിനിറ്റ് ഉണ്ടാകും. Center point. The next station is the next station. എന്തറിയോ, ബുർജുമാനി യൂണിയൻ എന്ന് പറഞ്ഞാൽ മറ്റേ തൃശ്ശൂർ റൗണ്ടിൽ വൈതെറ്റണ മാതിരിയാണ്. ഒരു വട്ടം തെറ്റാണ്ട് ആരും പോകും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ വി ആർ റീച്ച്ഡ് ഇൻ ദുബൈ. ബൈ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിരിക്കുകയാണ്. ഇതവിടെ പായസുണ്ട്. പായസ് ആൻഡ് എന്താ പായസിൻ്റെ ലാബാണ്. ഞങ്ങളെ പുതിയ അതിഥി തന്നിക്കാണ് നസീബ്. നസീബേ വാ, പരിചയപ്പെട്ടന്നെ. ഹലോ മൈക്ക് ചെക്ക്. മറ്റേ ബുർജുമാൻ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് കയറാനുള്ളത് നേരെ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയിട്ട് ഒരു 10-15 സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇല്ല, ഞാൻ ആദ്യം അങ്ങോട്ട് പിന്നെ വർഷിക്ക് പോകണത് ചെക്കന്മാരപ്പോ നോമ്പ് തുറന്നില്ലല്ലോ. അല്ല, അങ്ങോട്ട് പോകണതൊക്കെ കരുതി. അപ്പൊ വീട്ടിൽ ഒരാൾ വരുന്നുണ്ട്, ഒരു അതിഥി വരുന്നുണ്ട്. പിന്നെ തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ പോയത്. അത് മറ്റേ ബിസിനസ് ബൈക്ക് വളരെ പരിപാടിയാണ്. ഞാൻ ഇന്നിപ്പോൾ ചോറുള്ള പള്ളി ഏതാ നോക്കിയിട്ട് ചോറുള്ള പള്ളിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അത് ഫ്ലോപ്പായി. ഇനി നാളെ ഫ്ലോപ്പ് പറയും എൻ്റെ തൊപ്പിയാണെന്ന് പറയും. എന്ത് പൈസ വ്ളോഗ് ഇടുമ്പോൾ ഞാൻ പറയും ഇത് എൻ്റെ തൊപ്പിയാണ്, ഇജ്ജ് സ്പോൺസർ ചെയ്തതെന്ന് പറയും. അത് പറ്റുവാണെങ്കിൽ അതെന്താ മതി. ഗണേഷ് കുമാർ അല്ല, നാട്ടിലെ മന്ത്രി ഉണ്ട് പറഞ്ഞ. वो हमारा गाँव में ना इस वाला एक मंत्री है गणेश, अभी थोड़ा वायरल है वो. चलो मुश्किल है. അല്ല, ഗണേഷ് കുമാർ വൈറലല്ലേ, അറിയില്ലേ? അല്ല ശിവലേ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് വന്നല്ലേ? കല്യാണം കഴിഞ്ഞു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണ്? പ്രവാസ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ ശേഷം വന്നിട്ട് അതിന്റെ ഒരു അവസ്ഥ എന്താണ് അതൊന്ന് പറഞ്ഞ? കല്യാണം കഴിഞ്ഞ് വരുമ്പോ പറഞ്ഞാല് എല്ലാരും പറഞ്ഞ അറിവ് മാത്രമേ എന്റെ ഫീല് കിട്ടിയത്. കല്യാണം കഴിഞ്ഞു വന്നിട്ടുള്ള ഫീല് പറയും. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ആ എയർപോർട്ടിൽ കയറുമ്പോഴും എയർപോർട്ടിൽ നിന്ന് പോരുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്താണ് ആ ഒരു ജഗബോഗ ചില്ലായോ? ആകെ എല്ലാം മനസ്സുകൊണ്ടൊരു തകർച്ചയില് സംഭവം. ഞാൻ ഈ പ്രവാസി എയർപോർട്ടിൽ തിരിച്ചു പോകാൻ പറഞ്ഞു. വല്ല ബസ്സാണ് ഞാൻ തിരിച്ചു കയറിപ്പോ. അപ്പന്റെ കൂടെ നാട്ടിൽ മറ്റേ
പരിപാടി അപ്പൊ സുഖാണ്. മറ്റേ നീ വയനാടല്ലേ? മറ്റേ വള്ളി തൂങ്ങിട്ട് പെട്രോളിന്റെ ചെലവില്ല, ഗ്യാസിന്റെ ചെലവില്ല, ഒരു ചെലവില്ലല്ലോ. ചെക്കപ്പ് വന്നല്ലോ, മുമ്പ് ഭയങ്കര ടാസ്ക്. അതെന്താ കസ്റ്റമർ കുളിച്ചിന് വേണം എന്തോ ഡിസ്കസിലാണ് നടക്കണില്ലേ? ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. ഇത് കള്ള ലക്ഷണമല്ല, അതെന്തോ സെറ്റിങ്സ് ഇതാക്കാൻ വേണ്ടിട്ടാ. നമുക്ക് അതിനുള്ള കഴിവില്ലല്ലടാ. നമുക്കിങ്ങനെ തൊള്ളർക്ക രണ്ട് ആരും കുറ്റം പറയാ, എന്താ ചെയ്യാ. മോഡും പുതിയ വ്ളോഗർ, അതിന്റെ ഇടയ്ക്ക് വ്ളോഗർ വന്നു. ഓണത്തിന്റെ ഇടക്കാണ് പുട്ട് കച്ചവടം. ഇവനെ കെട്ടിക്കണട്ടോ. നമ്മളെ വ്ളോഗിൽ കാണുന്ന ഏതെങ്കിലും കുട്ടികളുടെ പറയണം നമുക്ക് കല്യാണം ആലോചിക്കാനുള്ള കണ്ണൂരത്തെ മനുഷ്യനാണ്. അതെ, പോയത് കല്യാണം അന്വേഷിക്കാനാണോ? പെട്ട് ഇവന്റെ റീല് കൂടി കണ്ട തീരുമാനമായി. അതെ, ഫായിസിനെ പിന്നെ കൊല്ലണ്ടേ വരും. ഫായിസിന് കൂടി ഒരു പെണ്ണിന്റെ കാര്യം ഒന്ന് പറയണ്ട നമുക്ക്. ഫായിസിനെ പെണ്ണ് നോക്കുന്നുണ്ട്. അതെ, എന്താണ് 28 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, ഡെന്റൽ ടെക്നീഷ്യനാണ്. പിന്നെ പെരുന്നാളിന് പിന്നെ 4 ദിവസം ലീവ് ഉണ്ട്. എവിടേക്ക് പിന്നെ ടിക്കറ്റ് ഇല്ലാണ്ട് ഫ്രീ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലായിടത്തും പോകാൻ നമുക്ക്. പക്ഷെ എന്താ പറയുക, പെരുന്നാളാകുമ്പോൾ മീൻസ് എല്ലാവർക്കും ലീവല്ലേ, നല്ല റഷ് ഉണ്ടാവും. അപ്പോൾ അതിന് കണ്ടറിഞ്ഞിട്ട് വേണം നമ്മൾ പോകാനും വരാനൊക്കെ. എന്തായാലും നമുക്ക് പെരുന്നാളിന് അടിപൊളി കിട്ടില്ല വ്ളോഗുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. എണ്ണോ ഞാനാണോ? നമുക്ക് എണ്ണ വയ്ക്കോ? സമയം എടുക്കോ? ഇല്ല ഇജി എടുക്കില്ലേ? ഇത് കേട്ടോ, മറ്റേ എന്താണ് ഉബൈദല്ലേ, ഉബൈദ് കൊടുത്തോന്നല്ല, 10,000 ദിറംസാണ്. അപ്പോൾ 3 സെക്കൻഡ് കൊടുക്കുന്നുണ്ട്. 3 സെക്കൻഡ് കൊണ്ട് ഫായിസ് എത്ര നോട്ട് ഉണ്ടോ അത്രയും നോട്ട് ഫായിസ് എനിക്ക് തരണം. ഓക്കെ, എന്നാ ചലഞ്ച് ആകുമ്പോൾ വ്യത്യാസങ്ങൾ വരുത്തണ്ടേ? ഉബൈദ് ചെയ്യണ മാതിരി തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുമോ? ആ ഓക്കെ, സെക്കൻഡ് ആണല്ലേ. എടാ അത് നെങ്ങൂല, ഒരു നെങ്ങിന് വാച്ച് തരുമോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. റെഡി അല്ലേ? ക്യാമറ റെഡി അല്ലേ? എണ്ണിക്കട്ടോ. ആ ശ്രദ്ധിച്ചു, എല്ലാവരും ശ്രദ്ധിച്ചു. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. നിനക്ക് സ്റ്റാർട്ടായില്ല, അതേ എവിടെ സ്റ്റാർട്ടാക്കുക. അതാ റെഡി. ആ 1 2 3 എന്നാ അടുത്ത് ലാസ്റ്റ് കേട്ടോ. ലാസ്റ്റ് ആണ്. 1 2 3 സെക്കൻഡ് കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. അല്ല, പൈസ പുള്ളി എനിക്ക് തരാനാണേ, അത് തന്നോ. അപ്പൊ നമ്മളോട് ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി പിന്നെ ആർക്കെങ്കിലും ഇതേമാതിരി ദിറംസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക, ഫായിസിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നമ്മളെ യൂട്യൂബ് ചാനൽ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെ ഗുബൈബിയിലുള്ള ഏകദേശം വ്ളോഗ് കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, ചലഞ്ചും കണ്ടു, ചെയ്തു. ഫായിസിന് ക്യാഷ് കിട്ടിയില്ല, എനിക്ക് തന്നെ തിരിച്ചിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, അപ്പോൾ ഗുബൈബിയിൽ നിന്ന് നമുക്ക് പോകാനുള്ള ബസ് ഇതാണ് ഗൈസ്, ഡബിൾ ട്രക്കാണ്. അപ്പോൾ ഈ സൈഡ് നമുക്ക് അതിൽ കയറി വെക്കാം. ഈ ബസ്സിൻ്റെ മുകളിൽ നിന്ന് കയറി വെക്കാം. വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ പിന്നെ കലാപരിപാടി ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.